ഗംഗയുടെ റിസപ്ഷന് വേണ്ടിട്ട് വന്നതാണ്. നേരിട്ട് കാണാൻ മലപ്പാണെങ്കിലും ക്യാമറ കാണാൻ കുറച്ച് ബോറായിട്ടുണ്ട്. ഭയങ്കര പ്രിൻസസ് വൈബ്, ഭയങ്കര രസം. ഇത് നോക്കി ആരൊക്കെയാന്ന് അല്ലേ? നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഗംഗയുടെ റിസപ്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെല്ലാവരും ഇന്നലെ ഗംഗയുടെ വീട്ടിലായിരുന്നു കേട്ടോ സ്റ്റേ. ഞാനാ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കുക. ഇന്നിപ്പോ അതേ റെഡി ആയിട്ട് എല്ലാവരും സുന്ദരന്മാരൊക്കെ ആയിട്ട് നമ്മൾ റിസപ്ഷൻ നടക്കുന്ന വെന്യൂലേക്ക് പോവാം. ഗംഗയുടെ വീടിന്റെ ഇവിടെ നിന്നില്ലേ, ജസ്റ്റ് ഒരു 10 minutes ഉള്ളൂ കേട്ടോ നമ്മുടെ വെന്യൂലേക്ക്. അതുകൊണ്ട് നമ്മളിന്ന് വീട്ടിലേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ച. ഗംഗയുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാട്ടോ എല്ലാവരും കൂടി കൂടണം. സത്യം പറഞ്ഞ അവിടെ എല്ലാവരും ഒരുങ്ങാനുള്ള തകൃതിയായിട്ടുള്ള മേളത്തിലാണ്. കണ്ണൻ ചേട്ടൻ, അബി, അനന്തു എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ബാക്കി കുറെ പേര് അവിടെ റെഡി ആയിട്ട് സുന്ദരികളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണിച്ചു തരാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ, കാരണം നമുക്ക് ഇന്ന് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ദിവസമാണ്. എന്താണ്, എന്തൊരു ഭംഗിയാ! നിങ്ങളുടെ ഡ്രസ്സ് നല്ല കോൺട്രാസ്റ്റ്, ബ്ലൂവും മജന്തയും. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാനിത്. അതാണ് ചേച്ചിയുടെ കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റ് അല്ലേ? ഞങ്ങൾ പറയണായിരുന്നു ഇപ്പൊ ഇത്തിരി താഴത്ത് വേണമായിരുന്നു. പറയാറില്ല, ഇല്ലത്തി ഇതൊന്നും പതിവില്ല. ഇത് കൊള്ളാട്ടോ, സ്ലീവ് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതെ, ഞാൻ എപ്പോഴും വിചാരിക്കട്ടെ ഞങ്ങളുടെ കല്യാണം സമയത്ത് ഏറ്റവും കൂടുതൽ ഏറിപ്പോയേക്കണം ഞാൻ. എൻഗേജ്മെന്റിന്, കല്യാണത്തിന് അല്ലേ? ഇത് പോകോ? നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നല്ലേ? അതെ, എന്ത് ചെയ്യാനാടാ, രക്ഷയില്ല. നേരിട്ട് കാണാൻ മലപ്പാണെങ്കിലും ക്യാമറ കാണാൻ കുറച്ച് ബോറായിട്ടുണ്ട്. എന്താ ഒളിച്ചിരിക്കണ? എന്തിനാണ്? നല്ല സോണടാ, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിട്ട്. ഡ്രൈവ് സ്കേർട്ട് എന്റെ എപ്പത്തെയും ഫേവറേറ്റ് ഡ്രൈവ് സ്കേർട്ട്. നോക്കി, ഇത് ആരാണെന്ന് നോക്കിയേ. നല്ല രസമുണ്ട്, ഭയങ്കര പ്രിൻസസ് വൈബ്, ഭയങ്കര രസം. ഈ ജയ്പൂരിലൊക്കെ വെച്ച് കല്യാണം നടത്താൻ നേരത്തല്ല ചേച്ചി? ശരിയാട്ടോ, ജാൻവി കപൂറിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. നല്ല കോൺട്രാസ്റ്റ് ഇതിന്റെ കൂടെ. അതും ലൈറ്റ് ടർക്കോയിസ് കളർ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ നോക്കി. ഓ, ചെരുപ്പ് അടിപൊളിയാടാ, അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാടാ. യൂഷ്വലി നല്ല രസമുണ്ട്. അതിൽ ഏറ്റവും ഇതിന്റെ എലമെന്റ് ഇതാണ് ഭംഗിയുള്ളത്. പണ്ട് ഇങ്ങനെ ഇയാൾ ഒരു സൈഡ് ക്ഷേമം ചെയ്ത് മറ്റേ സൈഡിൽ മുടി വളർത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പൊ മാലിടാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസം. അത് കളർ നന്നായിട്ട് ചേർന്ന് ഒരുമിച്ച് നേടി, നല്ല രസം. അത് വൈറ്റും അല്ല, ഒരു ക്രീം കളർ ആയതുകൊണ്ട് നിന്റെ ഡ്രസ്സിനെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി ലുക്ക്. നോക്കി, എന്റെ ഭർത്താവ് എന്തൊരു ഭംഗിയാ നോക്കി, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി നല്ല ഭംഗിയുണ്ട്. തന്നെ ഒന്നും പറയാനില്ലേ? ഞാൻ എങ്ങനെയുണ്ട്? എങ്ങനെ? സുന്ദരിക്കാളിന്നൊക്കെ പറയല്ലോ. സത്യം പറഞ്ഞ എന്റെ ചേട്ടനെ കുറെ നാൾക്ക് ശേഷം കാണുന്ന കേട്ടാ. അല്ലെ, മുടി ഇങ്ങനെ ഇട്ടിട്ടാണ് കേട്ടാ. മുടി വളർന്നനുസരിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത കുറെ നാളെ കണ്ടിട്ടുണ്ട്. മുടി വളർന്ന്, അയ്യോ നല്ലോണം വളർന്നു മുടി. പക്ഷെ കൊള്ളാം. ഓ, സാധനം നോക്ക്, ഇതുകൊണ്ട ഡ്രസ്സൊക്കെ രസമുണ്ട് കാണാൻ. ഇതും കൂടി ചേരുന്നുണ്ട്, ഇതും കൂടി ചേർന്നുണ്ട്. അബി അവനെപ്പോഴും ബ്ലാക്കിൽ തന്നെ കേട്ടോ. ബ്ലാക്ക് ഇല്ലാണ്ട് ഒരു ജീവിതം അവനില്ല അല്ലേ? എല്ലാം ബ്ലാക്ക്. അതെ, വേണ്ട. ഓ, പൊളി, നല്ല ലുക്ക്. മൂക്കൂത്തി കുത്തിയല്ലേ ഇവൻ? അയ്യോ ശരിയായിട്ടതേ, മൂക്കൂത്തി കുത്തി ഇവൻ. അനന്ത് കുറെ നാളെ പറയണ കുത്തണ്ടേ. ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കട്ടെ കേട്ടോ. ഞങ്ങളെ സന്ദീപേട്ടൻ വിളിക്കാൻ വരാന്നൊന്ന് പറ്റിച്ചു ഗൈസ്. അയ്യോ വരും, ഇല്ലത്തതൊന്നും പതിവില്ലാന്ന്. വരും കേട്ടോ, വരും. കാർത്തിനെയൊക്കെ ആക്കാൻ വേണ്ടി പോയേക്കുക, നമ്മളെ വിളിക്കാൻ വരാന്ന്. അപ്പൊ നമ്മൾ ഇത്രയും പേരോട് വെയിറ്റ് ചെയ്യണേ. സന്ദീപേട്ടൻ പറ്റിക്കാണ്ട് നമ്മളെ വിളിക്കാൻ വന്നു ഗൈസ്. ഞങ്ങളെ പറഞ്ഞ സന്ദീപേട്ടൻ പറ്റിക്കൂ? ഇല്ല, ഞാൻ നിങ്ങളെ പറ്റിക്കാണ്. വേറെ ആരെ പറ്റിച്ചാലും ആരെയും പറ്റിക്കൂല, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. സന്ദീപേട്ടൻ വിളിക്കാൻ വന്നു. സന്ദീപേട്ടൻ ഞങ്ങളുടെ മുത്താണ്. നമ്മളങ്ങനെ വെന്യൂല് എത്തിയിട്ടോ. ഈ രാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് പരിപാടി നടക്കണ. നല്ല രസമുണ്ട്.
ഫ്രണ്ട്സ് മുഴുവൻ ഉണ്ട് കേട്ടോ. അനന്തു ഭർത്താവ്, എന്റെ ഭർത്താവ്. നല്ല ഫ്ലോറൽ ഡെക്കറേഷൻസ് കേട്ടോ. നോക്കുതാരാന്ന് ലക്ഷ്മി ചേച്ചി. നമ്മൾ അന്ന് കോഫി കുടിക്കാൻ പോയിട്ട് പിന്നെ ഇന്നലെ എനിക്ക് വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും ചെറിയ ചേഞ്ച് എങ്കിലും? ചേച്ചി കണ്ടിട്ടുണ്ട് എന്നെ അല്ലേ? വ്യത്യാസം ഉണ്ടോ? സ്റ്റാർട്ടർ കഴിക്കാൻ വന്നിടോന്ന് ചോദിച്ചപ്പോ വന്ന ആൾക്കാരുടെ എണ്ണം നോക്കി. അബിയൊക്കെ മുഖം പൊത്തണ്. കാരണം ഞങ്ങള് വന്ന് സ്ട്രെയിറ്റ് കയറുവാട്ടോ ചെയ്ത. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ടർ കഴിച്ച് വെള്ളം എല്ലാം കുടിക്കണം. നമ്മളൊരു വിത്തൗട്ട് അടിക്കാൻ പോവാട്ടോ ചായ. പതപ്പിച്ച് എടുക്കണോക്കെ പൊളി. താങ്ക് യു ചേച്ചി, താങ്ക് യു. പല ടൈപ്പ് ബജ്ജികൾ കേട്ടോ. ഇത് മുളക് ബജ്ജി, ഇത് എന്ത് ബജ്ജിയാന്ന് അറിയില്ല. ഇത് പഴംപൊരി പോലെ ഇരിക്കുന്നുണ്ട്. ഇത് കായ ബജ്ജി, അതെനിക്കറിയാം. ഇത് മുളക് ബജ്ജി. എന്താണ് ഇൻഫ്ലുവൻസർ പാർട്ടി കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ലല്ലോ? നിങ്ങളൊക്കെ വിളിക്കണ്ട പിന്നെ. ടെററും റിപ്ലൈ. ചേട്ടന് വൈബില്ല എന്ന് പറഞ്ഞിരിക്കണായിരുന്നു അല്ലേ? കാരണം നമ്മുടെ പിള്ളേരൊക്കെ വന്നേയുള്ളൂ. DJ പൊളിക്കും. അതെ, DJക്ക് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ ഞങ്ങളെല്ലാരും. അതെ, ചേട്ടൻ രണ്ട് ഡാൻസും കളിച്ചല്ലേ? രണ്ട് സെറ്റ് ആയിട്ട് വൈബ് ചെയ്ത. ബാഗി ഒക്കെ ഇട്ട് വന്നേ. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് പൊളിക്കും. ഷൂട്ട് നിനക്ക് പാപ്പം കിട്ടിയോ? കിട്ടി. ഭാഗ്യം. പാപ്പത്തിന് വേണ്ടി നടക്കണായിരുന്നു കേട്ടോ. പക്ഷെ കൊള്ളാട്ടെ, നമ്മുടെ വൈബ്. പിള്ളേരൊക്കെ വന്നോണ്ടിരിക്കണേ ഉള്ളൂ. പിന്നെ ദേ ഇവിടെ അർച്ചന ഉണ്ട് കേട്ടോ. ഹലോ അർച്ചന. എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് അർച്ചന കാണിക്കണല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് കാണാറുണ്ട്. അടിപൊളിയാടാ, സന്തോഷം. ഇൻഫ്ലുവൻസേഴ്സ് കുറെ പേരിന് വരാനുണ്ട് കേട്ടോ. വെയിറ്റിംഗ് അല്ലോ. ഇന്ദ്രനീൽ, അടിപൊളി പേര് കേട്ടോ. ഇന്ദ്രനീൽ. ഹലോ. അവൻ എന്റെ കമ്മല്, മാല, വള ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ. ഇത് നോക്കി ആരൊക്കെയാന്ന് അല്ലേ? നീ എന്തിനാ ഇത്ര നെടുവീർപ്പിടണ? ഞാൻ പറയായിരുന്നു കേട്ടോ. ഞാൻ 2 ദിവസം പരിചയപ്പെട്ട് അന്ന് സുമതി വളവി കണ്ടിട്ട് വിട്ടതല്ലേ. ഇപ്പഴാ കാണുന്നത്. സുമതി വളവിൽ പോയതാ ഗംഗയുടെ ഹൗസ് വാമിങ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാണുന്നത്. എനിക്കറിയായിരുന്നു ഇവരെന്തായാലും ഉണ്ടാവും എന്നുള്ളത്. ബാക്കി എവിടെയാണ് നമ്മുടെ ടീംസ് ഒക്കെ ആരും കാണാനില്ല. എല്ലാരും വരുമല്ലോ. എല്ലാരും മഞ്ഞുള്ളൂ കേട്ടോ. വെയിറ്റ് ചെയ്യട്ടെ, ഇനി ആരൊക്കെ വരും നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെ പറഞ്ഞു കണ്ടോ? നിങ്ങൾ ആലോചിക്കണോട്ടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാൻ തരും. നമുക്ക് എത്ര ഹേർട്ട് ആവണ്ടെന്നുള്ളത്. എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണം. ഭയങ്കര വിഷമാവും പിള്ളേർ. നമ്മള് കേൾക്കണമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കലാശക്കൊട്ടാണെന്ന് ഞങ്ങളുടെ. അതെ, ഞങ്ങൾക്ക് വേണ്ടി പോയിട്ട് 1 പ്ലാസ്റ്റിക് ഉണ്ടല്ലേ? എല്ലാവരും നമ്മള്. അതെ, നിങ്ങളെ കൂടും. അതെ, പൊളിക്കും നമ്മള്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴത്തെ ഫ്ലോർ വന്ന കേട്ടോ. അവിടത്തെ കാലം തിരക്കല്ലേ ഇവിടെ? ആൾക്കാർ പോയി ഇവിടെ ഇരുന്ന് കിച്ചണിൽ പോയിരുന്നു. ചേട്ടൻ ഫുഡ് കഴിക്കില്ല കേട്ടോ. നോക്കി എങ്ങനെ വിഷ്ണുവിനെ കാർവ് ചെയ്ത് വെച്ചേക്കണം. ഡൈനിങ് ഏരിയയിലാട്ടോ. കൊള്ളാല്ലേ? തണ്ണിമത്തലിന് അപ്പവും അതുപോലെ ഷെഫിന്റെ കഴിവാലടാ. എന്ത് പറയാനാ? നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. നെയ്പത്തൽ, ഫ്രൈഡ് റൈസ്, യെസ്, ചിക്കൻ. നെയ്പത്തലിലായിരുന്നു കേട്ടോ ബീഫ് സ്റ്റൂ. ഫ്രൈഡ് റൈസ് ഒഴിച്ചത്, ചിക്കൻ. എടാ നീ എന്താടാ ഫ്രൈഡ് റൈസ് എടുക്കാൻ? ഫ്രൈഡ് റൈസ് എടുക്കാൻ എന്താണ്? സാലഡ്സ്. നിങ്ങൾ എന്തിനും ഡയറ്റിലാണോ?
ഡയറ്റിലാണ് രണ്ടുപേരും. നല്ല സാലഡിന്റെ ഇടയിൽ കിടന്ന് ഇറങ്ങണം. അശ്വജ് സാലഡ് ബാറിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. ഞാനും അതെ, എനിക്കും സാലഡ് മുഖ്യം. എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് ടെൻഷനാ? ശ്വാസം വലിച്ചു വിട്. സെറ്റായ ഡാൻസ് കളിക്കാൻ പോകട്ടോ. നമ്മുടെ ഗംഗയുടെ വിഷ്ണുവിന്റെ ഒരു പെർഫോമൻസ് കാണാം. ഇത്ര നാളായില്ലേ കണ്ടിട്ട്? അതെ, കൊറേ നാളായി. അതെ.